പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും കഷ്ടതകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവാം. എന്നാൽ അതില്ലാത്തവരും ഉണ്ടായിരിക്കാം. എങ്കിലും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എൻ്റെ ജീവിതത്തിലും വന്നിട്ടുണ്ട് കഷ്ടതയുടെയും തീച്ചൂളയുടെയും അവസ്ഥ. തീച്ചൂള എന്ന് പറഞ്ഞാൽ നമുക്ക് തീച്ചൂള പൊള്ളുന്നത് പോലെ പൊള്ളുന്ന ചില അവസ്ഥകൾ വന്നിട്ടുണ്ട്. എല്ലാവരും അവരുടെ ആ തീച്ചൂളയുടെ അവസ്ഥ ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ആ തീച്ചൂളയുടെ അവസ്ഥയിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ലേ? ചിലപ്പോൾ നമുക്ക് പലരുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ദൈവം തന്നെ നമുക്ക് ആ തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മളെ വിടുവിച്ചിട്ടുണ്ട്, നമ്മളെ കൈക്ക് പിടിച്ച് നടത്തിയിട്ടുണ്ട്, നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിൽ അതുപോലെ തീച്ചൂളയുടെ അവസ്ഥയിലൂടെ കടന്നുപോയ തീച്ചൂളയിലേക്ക് വീണ 3 ബാലന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിലാണ് ശദ്രക്, മേശക്, അബേദ്നഗോ എന്ന 3 യഹൂദ ബാലന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഈ 3 യഹൂദ ബാലന്മാരെ എന്ത് തെറ്റാണ് ചെയ്തത് അവർക്ക് തീച്ചൂളയുടെ അനുഭവം വരാൻ വേണ്ടിയിട്ട്? നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വർണ്ണബിംബത്തെ ഉണ്ടാക്കിയിട്ട് വിളംബരം ചെയ്തു, എല്ലാവരും ഈ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം, വണങ്ങണം എന്ന് ഒരു വിളംബരം ഉണ്ടായി. അല്ലെങ്കിൽ സ്വർണ്ണബിംബത്തെ ആരാധിക്കണം എന്നുള്ള ഒരു വിളംബരം ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ യഹൂദ ബാലന്മാർ പറഞ്ഞു, ശദ്രക്, മേശക്, അബേദ്നഗോവും പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് നെബൂഖദ്നേസർ രാജാവിൻ്റെ ദേവന്മാരെയോ അവനുണ്ടാക്കിയ സ്വർണ്ണബിംബത്തെയോ ഞങ്ങൾക്ക് ആരാധിക്കുവാനോ നമസ്കരിക്കുവാനോ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് അവർ പറഞ്ഞു. അപ്രകാരം അവരെ രാജാവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. രാജാവ് അവരോട് ചോദിച്ചു, ഞാൻ ഈ കേട്ടത് സത്യം തന്നെയാണോ? അവർ പറയുന്നു, ഞങ്ങൾക്ക് അതിനി വേറൊരു ഉത്തരം പറയുവാൻ ഇല്ല. അപ്പോൾ നെബൂഖദ്നേസർ പറയാണ്, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന ദേവൻ ആർ? നിങ്ങൾക്ക് എന്ത് അനുഭവമാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ തീച്ചൂളയുടെ അനുഭവത്തിലേക്ക് നിങ്ങളെ എടുത്തെറിയാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാലന്മാർ പറയണം, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുമെന്നുള്ള പരിപൂർണമായ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് രാജാവിൻ്റെ മുന്നിൽ അവർ ചെയ്യുന്നത്. അപ്രകാരം രാജാവ് തീച്ചൂളയുടെ അനുഭവം തീച്ചൂളയെ റെഡിയാക്കി. ആ തീച്ചൂളയുടെ ശക്തി എന്ന് പറഞ്ഞ സാധാരണയേക്കാൾ 7 ഇരട്ടി വർദ്ധിപ്പിച്ചു. കാരണം അത്രയ്ക്ക് നെബൂഖദ്നേസർ രാജാവിന് ആ ബാലന്മാരോട് ദേഷ്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കാരണം അവർ രാജാവിൻ്റെ വിളംബരത്തെ, രാജാവിൻ്റെ പ്രഖ്യാപനത്തിനെ ലംഘിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തീച്ചൂളയെ 7 ഇരട്ടിയായിട്ട് അതിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കുകയും ഈ 3 ബാലന്മാരെ ബന്ധനസ്ഥരാക്കി കെട്ടി ആ തീച്ചൂളയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുകയാണ് ചെയ്തത്. വചനം പറയുന്നത്, ആ തീച്ചൂളയിലേക്ക് എറിയാൻ വേണ്ടി കൊണ്ടുവന്ന ആ പടയാളികളെ, ആ മന്ത്രിമാരെ പോലും ആ തീച്ചൂള ദഹിപ്പിച്ചു കളഞ്ഞു എന്നാണ് നമുക്ക് ആ ചൂടിൻ്റെ ശക്തി കാരണം അവർ ദഹിപ്പിച്ചു കളഞ്ഞു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അല്പസമയത്തിന് ശേഷം നെബൂഖദ്നേസർ രാജാവ് പരിഭ്രമത്തിൽ ചാടി എഴുന്നേറ്റു, പറഞ്ഞു, നമ്മൾ 3 ബാലന്മാരെ അല്ലേ ബന്ധനസ്ഥരാക്കി നമ്മൾ തീച്ചൂളയിലേക്ക് എടുത്തെറിഞ്ഞത്. പക്ഷേ ഇപ്പോൾ തീച്ചൂളയിൽ 4 രൂപങ്ങൾ, 4 പേര് ബന്ധനം അഴിഞ്ഞവരായി, കെട്ടുകൾ അഴിഞ്ഞവരായി നടക്കുന്നതായിട്ട് എനിക്ക് കാണുവാൻ സാധിക്കുന്നുവല്ലോ. ആ 4-മത്തവൻ്റെ രൂപം ദൈവപുത്രൻ്റെ രൂപത്തോട് സാദൃശ്യമുണ്ടല്ലോ എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ശദ്രക്, മേശക്, അബേദ്നഗോവിൻ്റെ വിശ്വാസത്തിൽ 4-മനായി ഇറങ്ങി വന്നത് നമ്മുടെ ദൈവമാണ്, ജീവിക്കുന്ന ദൈവം. അവരുടെ ആ തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി വന്ന് അവരുടെ കെട്ടുകളെ അഴിച്ച് അവരെ ബന്ധനസ്ഥരാക്കി അവരെ വിടുവിക്കുകയാണ് വിടുവിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് കണ്ടു നിന്ന നെബൂഖദ്നേസർ രാജാവും അവരുടെ മന്ത്രിമാരും പടയാളികളും എല്ലാവരും ആശ്ചര്യഭരിതരായി തിരികെയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനൊരു അനുഭവം വന്നിട്ടില്ലേ? എനിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ തീച്ചൂളയുടെ നിമിഷത്തിൽ, എൻ്റെ കഷ്ടതയുടെ നിമിഷത്തിൽ, എൻ്റെ ശോധനയുടെ വേളകളിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന, എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നെ ആശ്വസിപ്പിച്ച എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളീ പലരും കണ്ടിട്ടുണ്ട്. നമ്മളിൽ എല്ലാവരും അത് അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾ ചോദിക്കുമായിരിക്കാം, ആ ദൈവത്തിന്, അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ, അങ്ങനെ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ തീച്ചൂളയുടെ അനുഭവം അവരുടെ ജീവിതത്തിൽ വന്നു? ആ തീച്ചൂളയിലേക്ക് വീഴുന്നതിന് ആ തൊട്ടും സെക്കൻഡുകൾക്ക് മുമ്പ് തന്നെ ആ ദൈവത്തിന് അവിടെ വിടുവിക്കുവാൻ കഴിയുമായിരുന്നില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ
നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും നമ്മുടെ ദൈവം അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദൈവത്തിന് അങ്ങനെയും വിടുവിപ്പാൻ കഴിയും. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. പക്ഷേ ചില സമയത്ത്, ചില ജീവിതത്തിൽ, ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചില തീച്ചുളയിൽ നമ്മൾ വീഴണം എന്നുള്ളത് ദൈവനിയോഗം തന്നെയാണ് പ്രിയമുള്ളവരെ. ആ ദൈവനിയോഗത്താൽ വീഴുന്ന തീച്ചുളയിൽ നമുക്ക് ഒരു നൊമ്പരവും തട്ടുവാൻ ദൈവം നമ്മളെ അനുവദിക്കത്തില്ല. ആ ബാലന്മാർക്ക് തീച്ചുളയുടെ ഒരു മണം പോലും ഏറ്റിട്ടില്ല. അവരുടെ മുടി കരിഞ്ഞിട്ടില്ല, അവരുടെ ശരീരത്തിന് ആഘാതം വന്നിട്ടില്ല, അവരുടെ വസ്ത്രങ്ങൾക്ക് ആഘാതം വന്നിട്ടില്ല. അവരുടെ ആ തീച്ചുളയുടെ ഒരു മണം പോലും അവരെ ഏറ്റിട്ടിട്ടില്ല എന്നാണ് നമുക്ക് അവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ 28-ാം വാക്യത്തിൽ പറഞ്ഞുണ്ട്, ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവനെന്ന് നെബൂഖദ്നേസർ രാജാവ് പറയുകയാണ്. തന്നിൽ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ചു വിടുവിച്ചിരിക്കുന്നുവല്ലോ. അതെ, നമ്മൾ നമ്മുടെ കർത്താവായ യേശുവിന് വേണ്ടി നമ്മൾ നിലകൊള്ളുന്നവരാണെങ്കിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മുടെ തീച്ചുളയുടെ നടുവിൽ നിന്ന് നമ്മളെ ബന്ധനസ്ഥരാക്കി നമ്മളെ രക്ഷിച്ചുകൊണ്ട്, നമ്മളെ വിടുവിച്ചുകൊണ്ട്, നമ്മുടെ എല്ലാ ചങ്ങലകളെയും നമ്മുടെ എല്ലാ കെട്ടുകളെയും പൊട്ടിച്ച് നമ്മളെ വിടുവിക്കുന്ന നമ്മുടെ സ്വർഗത്തിലെ ദൈവം ഇപ്പോഴും ജീവിക്കുന്ന ദൈവമാണ്. അവൻ ജീവനുള്ള ദൈവമാണ്, രാജാതി രാജാവാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം എല്ലാ കഷ്ടങ്ങളിൽ നിന്നും, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മളെ വിടുവിക്കുവാൻ നമ്മുടെ സർവശക്തനായ ദൈവമാണ്. അതിൻ്റെ 29-ാം വാക്യത്തിൽ പറഞ്ഞു, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ല. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന, നാലാമനായി തീച്ചുളയുടെ നടുവിൽ ആ തീച്ചുള അനുഭവിക്കുന്ന നമ്മുടെ അനുഭവത്തിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന, ഇങ്ങനെ വിടുവിക്കാൻ കഴിയുന്ന മറ്റൊരു ദൈവവുമില്ല. പ്രിയമുള്ളവരെ, ആ ദൈവത്തെ നമുക്ക് മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയുള്ള ആ ഓട്ടത്തിൽ സ്ഥിരതയോടുകൂടി അന്ത്യം വരെയും കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ നമ്മളെ ദൈവം ഓരോരുത്തരെയും നമ്മളെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.